ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ടെക്നോളജീസ് അവൈലബിൾ, അതിനെ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക വേർ എവർ ഇറ്റ് ഈസ് റെലവെന്റ്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും NTVയിലേക്ക് സ്വാഗതം. എക്സ്പേർട്ട് അഡ്വൈസിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓൺടർപ്രണേഴ്സിൻ്റെയും ഒക്കെ സംശയങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് കൊടുക്കുകയാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മൾക്ക് എക്സ്പേർട്ട് അഡ്വൈസ് തരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ എക്സ്പേർട്ട് ജെയ്സൺ മണ്ഡപത്തിൽ തന്നെയാണ്. വെൽക്കം ജെയ്സൺ മണ്ഡപത്തിൽ. താങ്ക് യു. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ്, ഓഡിറ്റ്, അതുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷോ കാണുന്ന ആളുകളുടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വന്ന ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് പോലെ ഫ്രീ സോണിൽ ട്രേഡ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എല്ലാ ഫ്രീ സോൺ കമ്പനിക്ക് ഈ പറഞ്ഞ 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. അതിന്റെ ഉത്തരം ഇസ് എല്ലാവർക്കും കിട്ടുന്നതല്ലായിരിക്കും. അതായത് ഇഫ് യു ആർ എ ഫ്രീ സോൺ കമ്പനി ഡൂയിങ് സർട്ടൻ ക്വാളിഫൈങ് ആക്ടിവിറ്റീസ്, അതായത് ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അവരുടെ കണ്ടീഷൻസ് പ്രകാരം ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രീ സോൺ കമ്പനിക്ക് ഒരു 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഇപ്പം മാം ഇപ്പം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ട്രേഡിംഗ് ആക്ടിവിറ്റി സ്പെസിഫിക്കലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് ചെറിയൊരു എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ടെന്ന് പറയാം ചെറുതായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഒരു ട്രേഡിംഗ് ചെയ്യുന്നൊരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിപ്പം ഏത് ഫ്രീ സോണിൽ പോയി ചെയ്താലും എല്ലാ ഫ്രീ സോണിൽ ഈ പറഞ്ഞ ഈ 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതല്ലായിരിക്കും. ഇഫ് യു ആർ ഇൻ ടു ദി ആക്ടിവിറ്റി ഓഫ് ട്രേഡിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ, ചില ഫ്രീ സോൺസിൽ മാത്രം സെറ്റ് ചെയ്ത് വെച്ചാൽ പ്ലസ് ചില കണ്ടീഷൻസും കൂടി ഫുൾഫിൽ ചെയ്താലേ മാത്രം ഈ പറഞ്ഞ 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതും മാനദണ്ഡങ്ങൾക്ക് അനുസൃതം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതിന്റെ മെയിൻ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് 3 ക്രൈറ്റീരിയ നോക്കേണ്ടി വരും. അതായത് ഈ പറഞ്ഞ ഫ്രീ സോൺ കമ്പനി ഏത് ഫ്രീ സോണിലാണ് ആദ്യം നോക്കേണ്ടത്. നിങ്ങളിപ്പം ചെയ്യുന്ന ട്രേഡിംഗ് ഓർ ബിസിനസ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഏത് ഫ്രീ സോണിൽ പോയി സെറ്റ് ചെയ്യാൻ പറ്റൂല. ഇൻസ്റ്റഡ് ദേ ആർ സെയിങ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ബെനിഫിറ്റ് ഓഫ് ദിസ് യു ഷുഡ് ബി സെറ്റപ്പ് ഇൻ എ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി എ ഫ്രീ സോൺ ബട്ട് എ കസ്റ്റംസ് ബൗണ്ടഡ്, ഒരു ഫെൻസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രീ സോണിനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇപ്പം അജ്മാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അജ്മാൻ ഫ്രീ സോൺ ഇസ് വൺ ഓഫ് ഇറ്റ്. ഷാർജ സേഫ് സോൺ, വെരി കോമൺ. നമുക്ക് ദുബായ് സൈഡിൽ നോക്കുവാണെങ്കിൽ ജാബ്സ, ദാവ്സ, റാസൽ ഖൈമത്തെ നോക്കുവാണെങ്കിൽ റാസൽ ഖൈം എക്കണോമിക് സോൺ. അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സർട്ടൻ ഡെസിഗ്നേറ്റഡ് സോൺസ്. ഇഫ് യുവർ ഫ്രീ സോൺ കമ്പനി ഇതിലേതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് സോണിൽ അകത്താണെന്നുണ്ടെങ്കിൽ ദെൻ ഈ പറഞ്ഞൊരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ ഈ പറഞ്ഞ ട്രേഡിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ദിസ് കമ്പനി ഷുഡ് ബി സെറ്റ് ഇൻ എ ഡെസിഗ്നേറ്റഡ് സോൺ. സാധാ ഒരു ഫ്രീ സോണിൽ പോയി ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു മെയ്താൻ ഫ്രീ സോണിൽ ഒരു കമ്പനി സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. മെയ്താൻ ഈസ് എ ഫ്രീ സോൺ ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഡെസിഗ്നേറ്റഡ് സോൺ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ട്രേഡിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രീ സോൺ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 0% ടാക്സ് ബെനിഫിറ്റ് കിട്ടൂല അവിടെ. മറിച്ച് ഈ പറഞ്ഞ ജാഫ്സ, സേഫ് സോൺ, അജ്മാൻ ഫ്രീ സോൺ, ഇങ്ങനത്തെ ചില ഡെസിഗ്നേറ്റഡ് സോൺസിൽ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുവാണെന്നുണ്ട്, ഡെസിഗ്നേറ്റഡ് സോണിലുണ്ട്. ആൻഡ് ദെൻ ഫൈനലി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഇസ് നിങ്ങളുടെ കസ്റ്റമർ ആരാണ്. നിങ്ങളുടെ കസ്റ്റമർ ഇത് വാങ്ങിക്കുന്നത് അവരുടെ എൻഡ് കൺസ്യൂംഷന് വേണ്ടിയിട്ടാണോ എന്നാദ്യം നോക്കണം. അതായത് ആർ ദേ ആൻഡ് എൻഡ് കൺസ്യൂമർ ഓർ ആർ ദേ ഫർദർ റീസെല്ലേഴ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ FTA ലോ പ്രകാരം ദേ ആർ സെയിങ് നിങ്ങൾ ഈ പറഞ്ഞ ട്രേഡിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി ചെയ്യുന്നു, നിങ്ങൾ ഡെസിഗ്നേറ്റഡ് സോണിലായിരിക്കണം. ആൻഡ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ഷുഡ് നോട്ട് ബി എൻഡ് കൺസ്യൂമേഴ്സ്. അതായത് നിങ്ങൾ വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ ബയേഴ്സ് ആരാണോ ദേ ഷുഡ് ബി ഫർദർ റീസെല്ലർ, ഫർദർ ഡിസ്ട്രിബ്യൂട്ടർ. അല്ലാന്നുണ്ടെങ്കിൽ ഫർദർ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് അവരുടെ ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റിനെ വിൽക്കുന്നത്, ഫർദർ പ്രോസസ്സസ് ആൻഡ് ദെൻ സെല്ലിങ് ഇറ്റ് ലേറ്റർ അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ആയാലേ ഈ പറഞ്ഞ ട്രേഡിംഗ് കമ്പനി, ഒരു ട്രേഡിംഗ് ഫ്രീ സോൺ കമ്പനിക്ക് ഈ പറഞ്ഞ 0% ടാക്സേഷൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ.
ആൻഡ് ഇതിൻ്റെ പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് വേണം ആ ഫ്രീ സോണിൻ്റെ ഉള്ളിൽ തന്നെ, എംപ്ലോയീസ് വേണം, പ്രോപ്പർ എക്സ്പെൻഡിച്ചർ സെറ്റപ്പ് എല്ലാം വേണം അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ എല്ലാ ഫ്രീ സോൺകാർക്ക് ഈ പറഞ്ഞൊരു ബെനിഫിറ്റ് കിട്ടില്ല. ഇഫ് യു ആർ ഇൻ ടു ട്രേഡിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി യു ഷുഡ് ബി സെറ്റ് ഇൻ എ ഡെസിഗ്നേറ്റഡ് സോൺ ആൻഡ് നിങ്ങളുടെ ബയർ ഷുഡ് നോട്ട് ബി ആൻ എൻഡ് കൺസ്യൂമർ. അപ്പോൾ അവിടെ പൊതുവെ ഒരു ചോദ്യം വരുന്നത്, ഞാൻ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ B2B ട്രാൻസാക്ഷൻ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ല നോക്കേണ്ടത്. അതായത് B2B ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ AC വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിക്കുക. ആൻഡ് ദെൻ യു ആർ സെല്ലിങ് യുവർ AC, നിങ്ങളുടെ പ്രോഡക്റ്റ് വേറൊരു ഓഫീസിന് സെല് ചെയ്യുക. അവരെന്ത് ചെയ്യുക, ഈ AC എടുത്തിട്ട് അവരുടെ ഓഫീസിൽ ഫിറ്റ് ചെയ്യുക. കാരണം അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. ഇതൊരു B2B ട്രാൻസാക്ഷൻ തന്നെ. പക്ഷെ അവിടെ ആ ബയർ എന്ന് വെച്ചാൽ ഒരു എൻഡ് കൺസ്യൂമറായി. പുള്ളി വാങ്ങിച്ചത് എന്തിനാ? ഫോർ ഹിംസെൽഫ് ഓർ ഫോർ ദെയർ യൂസ്, ഫോർ ദാറ്റ് ഓൺ കമ്പനീസ് കൺസംഷൻ. അപ്പൊ അവിടെ ഒരു എൻഡ് കൺസംഷൻ ആയിപ്പോയി. ആൻഡ് ഈ പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ക്വാളിഫൈങ് ഇൻകം അല്ല. അപ്പോൾ വെറും B2B ട്രാൻസാക്ഷൻ നോക്കിയിട്ട് കാര്യമല്ല. യു ഹാവ് ടു ഗോ വൺ സ്റ്റെപ്പ് ഡൗൺ. അതായത് ഈ പറഞ്ഞ ബിസിനസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ എന്തിനാ വാങ്ങിക്കുന്നതെന്നും ചോദിച്ചിട്ട് കൊടുക്കുക. അതായത് ഇത് എൻഡ് കൺസംഷൻ ആണോ ഓർ ഫർദർ പ്രോസസ്സിങ് ആൻഡ് റീസെല്ലിംഗ് ഓർ ഫർദർ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാലഞ്ചാണ്. അടുത്തൊരു ചോദ്യം വന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്? അതായത് അവർ പറഞ്ഞാൽ പോരാ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് സാധനം വിൽക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊരു ഡിക്ലറേഷൻ എടുത്ത് വാങ്ങിക്കുക, സെയിങ് ദാറ്റ് നമ്മളിത് വാങ്ങിക്കുന്നത് നമ്മുടെ എൻഡ് കൺസംഷൻ വേണ്ടിയിട്ടല്ല, ബട്ട് ഫോർ ഫർദർ പ്രോസസ്സിങ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓർ റീസെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളായിട്ടൊരു സെൽഫ് ഡിക്ലറേഷൻ അവരുടെ സൈഡിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ ചുരുക്കം ഒന്നുകൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രേഡിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഏത് സാധാ ഒരു ഫ്രീ സോണിൽ പോയി സെറ്റപ്പ് ചെയ്താൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല. മറിച്ചൊരു ഡെസിഗ്നേറ്റഡ് സോണിൽ തന്നെ പോയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം ബിസിനസ്. ആൻഡ് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടെയാണ്, എൻഡ് കൺസ്യൂമർ ആവാൻ പാടില്ല നിങ്ങളുടെ ബയർ. നിങ്ങൾ ആർക്കാണോ ഇത് വെക്കുന്നത് എൻഡ് കൺസ്യൂമർ ആവാൻ പാടില്ല. ഒരു ക്ലാരിഫിക്കേഷൻ കൂടി എല്ലാവരും ചോദിക്കുന്നത് ബേസിക്കലി, അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എനിക്ക് എക്സ്പോർട്ടായിട്ട് ചെയ്താലേ കിട്ടുമോ ഓർ UAE പുറത്ത് ചെയ്താലേ മാത്രം ഈ സാധനം കിട്ടുമെന്ന്. അതുമല്ല, ദേ ആർ മച്ച് മോർ ഒഡീസെ റിലാക്സ്ഡ് ഓൺ ദിസ്. അവർ പറയുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്ത് UAE വിൽക്കാം, UAE നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാം, UAE തന്നെ സാധനം വാങ്ങിച്ച് UAE തന്നെ സാധനം വിൽക്കാം. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പക്ഷെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ കുറേ പേര് ഒരു ബിസിനസ് എസ്പെഷ്യലി ഈ ഒരു കൊല്ലം സം ഓഫ് അവർ ക്ലയൻസ് എസ്പെഷ്യലി അവർ പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു ഓൾറെഡി. എന്നാൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഫ്രീ സോണിൽ സെറ്റ് ചെയ്ത കാരണം ബിക്കോസ് ആ ഫ്രീ സോണിന്റെ പരസ്യം കണ്ടിട്ടാ സെയിം ഈ ഫ്രീ സോണിൽ വന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് 0% ടാക്സ് കിട്ടുന്ന. പക്ഷെ അവരറിഞ്ഞില്ല ദാറ്റ് അവർ ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു ചെയ്യുന്നത്. അവരറിഞ്ഞില്ല ഇതൊരു ഡെസിഗ്നേറ്റഡ് സോൺ അല്ലാന്ന്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും ആൾക്കാർക്കുണ്ട്. ആ ഒരു അവയർനെസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ ദർ. അത് മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ സെറ്റിംഗ് ഇൻ എ ഫ്രീ സോൺ, ചൂസ് വൈസ്ലി. ഒരു ഡെസിഗ്നേറ്റഡ് സോണിൽ തന്നെ പോയിട്ട് സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ തന്നെ നോക്കേണ്ടതാണ് ഫുൾഫിൽ ചെയ്യണം. അതായത് ഇപ്പോൾ ഫ്രീ സോണിൽ ട്രേഡ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ഫ്രീ സോൺ സൈഡിൽ നിന്ന് ഒരു കുഴപ്പമില്ല, അവർ മോർ ദാൻ ഹാപ്പി തന്നെയാണ്. മറിച്ച് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈറ്റീരിയ കറക്റ്റ്. ആൻഡ് ഈ ക്രൈറ്റീരിയ പറയുന്നതാര നമ്മുടെ ടാക്സ് അതോറിറ്റി തന്നെയാണ് നമുക്ക് ഈ ക്രൈറ്റീരിയ എല്ലാം തരുന്നത്. അപ്പോൾ ഫ്രീ സോൺ സൈഡിൽ നോക്കുവാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, വന്ന് അവിടെ സെറ്റ് ചെയ്ത് ട്രേഡിംഗ് ചെയ്താലും അവർ ഹാപ്പി തന്നെ. ബട്ട് ടാക്സിന്റെ ഈ കണ്ടീഷൻസ് FTA കണ്ടീഷൻസ് തന്നെ, ടാക്സ് ബെനിഫിറ്റ് തരുന്നത് FTA. അപ്പോൾ FTA കണ്ടീഷൻസ് തന്നെ നമ്മളൊന്ന് ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത് പോകേണ്ടുന്ന ഒരു കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലേ? കാര്യം ഇപ്പോഴും കുറേ കമ്പനീസ് പഴയ ഓൾഡ് സ്കൂൾ രീതിയിൽ തന്നെ അല്ലേ വർക്ക് ചെയ്യുന്ന പാറ്റേൺ ഉണ്ട്. ഇപ്പം അതിൽ തന്നെയും ആളുകൾക്ക് ഡൗട്ട് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഇനിയിപ്പോൾ വലിയ കമ്പനീസിന് മാത്രമേ ഇത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈസി ആവുള്ളൂ, അല്ലെങ്കിൽ അവർക്കേ അത് പറ്റുള്ളൂ, സ്മോൾ കമ്പനീസിന് അത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. തീർച്ചയായും എസ്പെഷ്യലി പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും റെലവെന്റ് ആയ ഒരു കാര്യം തന്നെയാണ് ടെക്നോളജി അല്ലെങ്കിൽ AI. എല്ലാവരും കേട്ട് ശീലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടേം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ
നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും ഒന്ന് പേടിക്കും, അയ്യോ സംഭവം എന്താണ്, വലിയൊരു മാറ്റമാണോ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ മീഡിയം സൈസ് എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നല്ല എളുപ്പം തന്നെയാണ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലും ദർ ആർ പീപ്പിൾ ഡൂയിങ് ഓൾഡ് സ്കൂൾ പ്രാക്ടീസസ്. അതായത് മാനുവലി ബുക്കിലൊക്കെ എഴുതി കണക്ക് നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, മാനുവലി ഇൻവോയ്സ് ഒക്കെ ഉണ്ടാക്കി നടത്തുന്ന ആൾക്കാരുണ്ട്, മാനുവലി എല്ലാം വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഡോക്യുമെന്റ്സ് എല്ലാം ഷെയർ ചെയ്ത് ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തി അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. കുറേ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഇൻ ദ ഫിയർ ഓഫ് ഈ പറഞ്ഞ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, നമുക്കത് ചെയ്യാൻ പറ്റുമോ, അത് വലിയ കമ്പനികൾക്കല്ലേ എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതല്ല, കൃത്യമായിട്ടും നമുക്കൊരു സ്മോൾ മീഡിയം സൈസ് എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ സെയിങ് ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇച്ചിടെ സ്മാർട്ട്, എഫക്റ്റീവ് അല്ലെങ്കിൽ ഈസി ആക്കുന്ന ഒരു മെത്തഡാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ബട്ട് വി വിൽ യൂസ് ദി ഹെൽപ്പ് ഓഫ് ദ ഡിജിറ്റൽ മീഡിയ ഓവർ ദർ. നൗ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പം കുറേ പേര് അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് തന്നെ മാനുവൽ എക്സലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആദ്യ ഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്നൊരു പ്രാക്ടീസ് തന്നെയാണ്. പക്ഷേ അതെല്ലാം മാറി നമുക്കൊരു ചെറിയ സോഫ്റ്റ്വെയർ എടുത്താൽ അതിൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് ഈസ് മച്ച് മോർ. ഇച്ചിലൂടെ എളുപ്പം തന്നെയാണ് നമുക്കത് മാനേജ് ചെയ്യുന്നതും. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനേജ് ചെയ്തോളും. ഇപ്പം എക്സൽ മാനുവലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ലാംഗ്വേജിൽ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷെ നാളെ ഒരു FTA സൈഡ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി സൈഡിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് ചെക്കിങ് വന്നാൽ അവർക്ക് മനസ്സിലാകണമെന്നും ഇല്ല. അപ്പോൾ അതെല്ലാം ടാക്കിൾ ചെയ്യാൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിങ് തന്നെ, ബേസിക് ആയിട്ട് അക്കൗണ്ടിങ് തന്നെ നമുക്കൊന്ന് പ്രോപ്പർ പുതിയ ലെവൽ ഡിജിറ്റൽ സ്കെയിലോട്ട് നീക്കാം. ഈ പറഞ്ഞ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ വരവും ചെലവും എത്രയാണ്, അസറ്റും ലയബിലിറ്റിയും ഇതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് നോക്കണമെങ്കിൽ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇറ്റ്സ് ദാറ്റ് ഈസി ഇറ്റ് ഈസ്. ആൻഡ് ഈ പറഞ്ഞ കോസ്റ്റ് എല്ലാവരും ഒന്ന് ചിന്തിക്കും, ഇതെല്ലാം നല്ല കോസ്റ്റ്ലി ഉള്ളൊരു കാര്യമല്ലെന്ന്. പക്ഷെ അതിൻ്റെ കോസ്റ്റ് എല്ലാം നോക്കിയാൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന അക്കൗണ്ടിങ് തന്നെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കും, അയ്യോ ഇത് നല്ല കോസ്റ്റ്ലി ആയ ഒരു കാര്യം തന്നെയല്ലേന്ന്. പക്ഷേ ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ നല്ല ചീപ്പായിട്ട് തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദീസ് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻസ്. ഇപ്പം ഒരു മാസം 90 dirhams എന്നായിരിക്കും ഒരു കോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ചീപ്പായിട്ട് ഇഫ് യു ആർ ലുക്കിംഗ്, ഓർ ഈവൻ ലോവർ ദാൻ ദാറ്റ് ഓൾസോ യു വിൽ ഗെറ്റ്. അപ്പോൾ ഒരു ഓൺലൈൻ ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആസ് ലോ ആസ് 90 dirhams ഓർ ആസ് ലോ ആസ് 60 dirhams വരെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഓൾറെഡി അവൈലബിൾ തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞ സ്മോൾ ബിസിനസ്, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസസ് തന്നെ ഇവർക്കിത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു 1 to 2 days ട്രെയിനിങ്ങും ഈ പറഞ്ഞ ഓണറും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്തൊരു കാര്യം നോക്കുന്നത്, കുറേ പേര് മാനുവലി ക്യാഷ് ആയിട്ട് ഡീൽ ചെയ്യുന്നു അല്ലെങ്കിൽ മാനുവലി ചെക്കായിട്ട് എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ആ പ്രോസസ്സ് എല്ലാം മാറ്റി ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സിലൂടെ തന്നെ നീങ്ങുന്നുണ്ട്. നിങ്ങളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം റീറ്റെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ടീം ആണെന്നുണ്ടെങ്കിൽ, യു ക്യാൻ സെറ്റപ്പ് ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഓൺലൈനിൽ കൂടെ തന്നെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടിങ് എല്ലാം കളക്ട് ചെയ്യാവുന്നതാണ്. വെറുതെ ഒരു ചെക്ക് എഴുതി ചെക്കിന് പോയി കളക്ട് ചെയ്ത് ചെക്കിൽ ഒപ്പിട്ടില്ല, ചെക്ക് ഡാമേജ് ആയി, അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻ പവറും ഇൻഎഫിഷ്യൻസിയും ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറികടക്കാൻ വേണ്ടി യു ക്യാൻ സെറ്റപ്പ് ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇറ്റ്സെൽഫ്. ഒരു ലിങ്ക് തന്നെ നിങ്ങളുടെ കസ്റ്റമറിന് അയച്ചു കൊടുത്താൽ അവർക്ക് അവരുടെ സൗകര്യം പോലെ ദേ ക്യാൻ മേക്ക് എ പേയ്മെന്റ് ടു ദാറ്റ് ലിങ്ക് ഇറ്റ്സെൽഫ്. അപ്പോൾ അവർക്കും എളുപ്പം തന്നെ നമുക്കും എളുപ്പം തന്നെ ഒരു കളക്ഷൻ എല്ലാം എളുപ്പം തന്നെ മാറിയിട്ടുണ്ടാവും. ഒരു ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇച്ചിരി ഇൻറ്റഗ്രേഷൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ തന്നെ എടുത്താൽ ആൻഡ് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ തന്നെ എടുത്താൽ ഇത് രണ്ടിനെയും നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫണ്ട് വരുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കലി എൻട്രി വന്നിരിക്കും. നമുക്കതെടുത്ത് ഏത് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയെന്ന് മാത്രം ഒന്ന് അലോക്കേറ്റ് ചെയ്ത് വെച്ചാൽ എളുപ്പം അക്കൗണ്ടിങ് വർക്ക് ചെയ്ത് കഴിയും.
ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ തന്നെ അക്കൗണ്ടിങ് വർക്കും തീർക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ, അവർ സ്വന്തം ഒരു 1 മാൻ ഷോ ആയിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആൻഡ് ഫർദർ മോർ, ഈ പേയ്മെൻറ്റ്സും ഇൻവോയ്സും അക്കൗണ്ടിങ് മാത്രമല്ലാണ്ട് തന്നെ നമുക്ക് ഈ ERPയുടെ ഒരു പവർ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ERPയുടെ ഒരു പവർ എന്ന് വെച്ചാൽ, സ്റ്റെപ്പ് അസൈഡ് ഫ്രം അക്കൗണ്ടിങ്, ഈ അക്കൗണ്ടിങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ സൈഡ് നോക്കാം. ഇപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ടാവും തീർക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്? പൊതുവേ മാനുവലായിട്ട് ട്രാക്ക് ചെയ്യും, ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കും, പേപ്പറിൽ എഴുതി വെക്കും. ദെൻ മാനുവൽ തന്നെ ട്രാക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മുടെ മാനേജറുടെ കയ്യിൽ നിന്ന്. അതിന് ഒരു അപ്രൂവലൊക്കെ എടുക്കുവാണെങ്കിലും തന്നെ മാനേജറുടെ മുന്നിൽ പോയി ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നു. മറിച്ച് പ്രോപ്പറായിട്ട് ഒരു ERP സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് തന്നെ ഈ പറഞ്ഞ സിസ്റ്റമിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ കുറേ ആപ്ലിക്കേഷൻസ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഓൺലൈൻ. അതായത് ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ എടുത്താൽ യു ക്യാൻ ഡിസൈൻ യുവർ ഓപ്പറേഷൻസ് ഫ്ലോ ഇൻ ദാറ്റ് സോഫ്റ്റ്വെയർ ഇറ്റ്സെൽഫ്. ആ ആപ്ലിക്കേഷൻ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ക്ലയൻറ്റ് കിട്ടുക, എനിക്ക് ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്യാം ആ സോഫ്റ്റ്വെയർ. ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്തിട്ട് ആ ക്ലയൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ജോബ് ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അപ്പോൾ ആ ജോബും എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ജോബ് ആരാ ചെയ്യേണ്ടതെന്നും എനിക്കൊന്ന് അസൈൻ ചെയ്യാം. അപ്പോൾ ആ പറഞ്ഞ എംപ്ലോയിയുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നു, പുള്ളി അത് നോക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ആൻഡ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. വർക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റേറ്റസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഫോണിലൂടെയും. ആൻഡ് ആ പറഞ്ഞ സ്റ്റേറ്റസ് തിരിച്ചും മാനേജറിന് വരും. അപ്പോൾ അത് കംപ്ലീറ്റഡായി മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജറുടെ ഒരു അപ്രൂവലിന് വേണ്ടി വരും. മാനേജർ അത് അപ്രൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകും. ഈ പറഞ്ഞൊരു സിമ്പിൾ വർക്ക് ഫ്ലോ തന്നെ നമ്മൾ മാനുവൽ പേപ്പർ വർക്ക്, വാട്സാപ്പ് മെസ്സേജ്, ഇമെയിലൊക്കെ അയക്കാണ്ട് തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കോസ്റ്റോ അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ്. ചെറിയൊരു ടീം സൈസിന് വേണ്ടിയിട്ട് ഇപ്പം ഓൺലൈനിൽ പോയാൽ കുറേ ഫ്രീ വേർഷൻസ് ആർ ഓൾസോ അവൈലബിൾ. അപ്പോൾ അപ് ടു 5 പീപ്പിൾ, അപ് ടു 10 പീപ്പിളൊക്കെ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. ബട്ട് ഇച്ചിയുടെ കസ്റ്റമൈസേഷൻസ്, ഇച്ചിയുടെ ഹയർ സ്കെയിലിലോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പെയ്ഡ്. ബട്ട് അത്യാവശ്യം അഫോർഡബിൾ വിലയിൽ തന്നെ ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ വെറും അക്കൗണ്ടിങ് സൈഡിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നോക്കിയാൽ പോലെ നമ്മുടെ ഓപ്പറേഷൻ സൈഡും കോർ നോക്കണം. അപ്പോൾ കോർ സൈഡിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എളുപ്പം തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തത് നമ്മൾ പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ടോ ഈ ഗൂഗിൾ വർക്ക് സ്പേസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് 365 ക്ലൗഡ്. ദീസ് ആർ സർട്ടൻ എക്സാമ്പിൾസ് ഓഫ് ടോപ്പ് പ്രൊവൈഡേഴ്സ്. ഇപ്പം ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും അത്യാവശ്യം കുറേ ഫീച്ചേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാധാ ഒരു എക്സൽ ഫയൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് 365 വെച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു ഷെയർഡ് എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പല ആൾക്കാർക്ക് ഈ ഒറ്റൊരു എക്സൽ ഫയലിൽ തന്നെ പണിയാം, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ സെയിം കോൺസെപ്റ്റ് എന്ന് വെച്ചായിരിക്കും നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കയറിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഇത് ഡെസ്ക്ടോപ്പിൽ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഈ പറഞ്ഞ എക്സൽ ഫയൽസ് ആയാലും ക്ലൗഡ് സ്റ്റോറേജ് ആയാലും ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എളുപ്പം തന്നെ നമുക്ക് മാനേജ് ചെയ്യുന്നതാണ്. ഓരോ ചെറിയ ചെറിയ മാനുവലായിട്ട് ചെയ്യുന്ന ഈ പണികൾ തന്നെ നമ്മളൊന്ന് ട്രാൻസ്ഫോം ചെയ്താൽ, ഈ പറഞ്ഞ സൊല്യൂഷൻസിനെ ഒന്ന് എഫക്റ്റീവ്ലി ഉപയോഗിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മളൊരു കംപ്ലൈൻസ് സൈഡിലോട്ട് വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ FTA, നമ്മുടെ ടാക്സ് അതോറിറ്റി തന്നെ ദേ ആർ സെയിങ് നിങ്ങളുടെ അക്കൗണ്ടിങ് ഡേറ്റ ഷുഡ് ബി റിലയബിൾ ആൻഡ് ഈസിലി ആക്സസിബിൾ. അപ്പോൾ ഈ മാനുവലി പല ഫയൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൂവ് ഇറ്റ് ടു ദി അതോറിറ്റീസ്. അവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ആൻഡ് അതിച്ചൂടെ ഒരു റിസ്ക് ആയി മാറുന്നേ ഉള്ളൂ. അതായത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ചില നടപടികൾ ഇങ്ങോട്ടേക്ക് ഇടുന്നതായിരിക്കാം. ബട്ട് ഇൻസ്റ്റഡ് ഈസി ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈസി ആയിട്ട് ആക്സസിബിൾ ആണെന്നുണ്ടെങ്കിൽ ദേ വുഡ് ബി മോർ ദൻ ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് സൈഡിൽ നോക്കുവാണെങ്കിലും അതൊരു ആവശ്യം തന്നെയായി മാറുന്നുണ്ട്. ആൻഡ് ഇതിപ്പം UIയിലാണ്. ആൻഡ് ഇൻ UI എവറിത്തിങ് ഈസ് മൂവിങ് ടു എ ഡിജിറ്റൽ സ്കെയിൽ. ഇപ്പോൾ ബാങ്ക് ആയാലും വി ഹാവ് ഡിജിറ്റൽ ബാങ്ക്. അതായത് ഫിസിക്കലി ഒരു ബാങ്കിൽ പോവാതെ തന്നെ വി ക്യാൻ ഡു അവർ ട്രാൻസാക്ഷൻസ്. ഫിസിക്കലി ഒരു കാർഡ് ഇല്ലാണ്ട് തന്നെ വി ക്യാൻ ഡു ഓൾ അവർ ട്രാൻസാക്ഷൻസ്. കാർഡിനെ ഫിസിക്കലായിട്ട് മാറ്റിയതിന് ശേഷം വെർച്വൽ കാർഡ്സ് വരെ അവൈലബിൾ തന്നെയാണ്. അപ്പോൾ വെർച്വൽ കാർഡ്സ് വെച്ചിട്ട് തന്നെ വി ക്യാൻ റൂം അറൗണ്ട് ആൻഡ് മേക്ക് പേയ്മെൻറ്റ്സ് ആൻഡ് പെർഫോം അവർ ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ ഫെസിലിറ്റീസും ഇവിടെ എസ്പെഷ്യലി ഇൻ ദ UI ഇറ്റ് ഈസ് വെരി വെൽ അവൈലബിൾ എന്ന് പറയാം.
അപ്പോൾ ഫോർ എൻ SME സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ അക്കൗണ്ടിങ് ആയിരിക്കാം അവരുടെ പ്രാക്ടീസ്, അവരുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആയിരിക്കാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ ആവാം വിത്ത് ദർ സ്റ്റാഫ്, അവരുടെ പേയ്മെൻറ്റ്സ് മോഡ് ആയിരിക്കാം. ഇത് ഏത് സൈഡ് ആയാലും ഈ പറഞ്ഞൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എളുപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എളുപ്പത്തോടെ തന്നെ അഫോർഡബിൾ കോസ്റ്റിൽ തന്നെ യു വിൽ ബി ഏബിൾ ടു അവെയിൽ ദീസ് സർവീസസ് ആസ് വെൽ. അപ്പോൾ മൾട്ടിപ്പിൾ വെൻഡേഴ്സ് ആർ ദർ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഏതാണ് നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് എടുക്കുക. ആൻഡ് ഓൾസോ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ദേ വിൽ ടെൽ യു ഇൻ ബ്രീഫ് ഇറ്റ് സെൽഫ് എന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് സൂട്ടഡ് ആയ ഒരു സൊല്യൂഷൻ എന്താണെന്ന് അവർ തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെനിക്കൊന്ന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ആക്യുറേറ്റ് ആണ്, കുറെ കൂടിയും സേഫ് ആണ് അല്ലേ? കുറേ കൂടി സേഫ് ആണ്. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കുവാണെങ്കിൽ അയ്യോ ഫോണിൽ കിട്ടിയായിരുന്നെങ്കിൽ എന്ത് എളുപ്പമാണെന്ന് നമ്മളെപ്പോഴും അറിയുമായിരുന്നു, ചിന്തിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം ബിസിനസ്സിൽ തന്നെ നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര ഡേറ്റ വേണമെങ്കിലും അല്ലേ, സ്വാഭാവികമായിട്ടും ഡിജിറ്റലി ആവുമ്പോൾ എത്ര ഡേറ്റ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം എന്നുള്ളതും അല്ലേ? ഓഫ്കോഴ്സ് ആ പറഞ്ഞ മാനുവൽ നമുക്ക് പേപ്പർ അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് സേവ് ചെയ്ത് ബോക്സ് ഫയലൊക്കെ വെക്കേണ്ടത്, അതിന്റെ ഒരു നീറ്റ്നെസ്സും അതിന്റെ ഒരു റിസ്ക്കും മാനേജ് ചെയ്യുന്ന അതൊരു വെള്ളം വീണാൽ, ഫോർ എക്സാമ്പിൾ സാധാ ഒരു വെള്ളം വീണാൽ തന്നെ സാധനം പോയാൽ അതെല്ലാം ഇഷ്യൂ ആയി മാറും. ബട്ട് ഡിജിറ്റലി മെയിൻറ്റെയിൻ ചെയ്ത് ഡിജിറ്റലി ഒരു ക്ലൗഡിൽ സ്മാർട്ടായിട്ട് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്തിൽ പോയാലും നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും പോക്കറ്റിൽ തന്നെ എല്ലാ ഡോക്യുമെന്റ്സ് ക്വയറി വന്നാലും അതുപോലെ തന്നെ അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ അതൊരു ടെക്നോളജിയുടെ ഒരു കാര്യം മാത്രവുമല്ല, ബട്ട് ഇറ്റ്സ് അബൌട്ട് റെലവൻസ്. അതായത് നിങ്ങളുടെ കമ്പനിക്ക് എന്താണോ റെലവെന്റ് ആയ ഒരു സൊല്യൂഷൻ അതിനെ പിടിച്ച് നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം. അത് വലിയൊരു AI തന്നെയാവും, ഒരു ചെറിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെ ആയിരിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ വൺ ഓഫ് അവർ ക്ലയൻസ് അവരൊരു റെന്റിങ് കമ്പനിയാണ്. അവർ ചെയ്യുന്നത് അവരുടെ മെഷീനറിയും അവരുടെ എക്വിപ്മെന്റ് എല്ലാം റെന്റിന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഡെയിലി ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ എന്തിനൊക്കെയാണ് ഒരു പ്രപ്പോസൽ വന്നേക്കുന്നത്, ഒരു കൊട്ടേഷൻ ചോദിച്ചു വന്നേക്കുന്നത്, ആ കൊട്ടേഷൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഐറ്റം കൊടുത്തോ ഇല്ലയോ, ഈ എക്വിപ്മെന്റ് ഇപ്പം എവിടെയാണെന്നും ചിലപ്പം ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കാം. ആൻഡ് ഈ പറഞ്ഞ ജോബിൻ്റെ അഗേൻസ്റ്റ് ഞാനൊരു ഇൻവോയ്സ് കൊടുത്തോ ഇല്ലയോ എന്നും ഒരു സംശയം തന്നെ വരും. അപ്പോൾ അതെല്ലാം ടാക്കിൾ ചെയ്യാൻ തന്നെ ദർ ഇസ് എ സിമ്പിൾ സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ് വെയർ നിങ്ങളുടെ എക്വിപ്മെന്റ് എല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാം. ആൻഡ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു കൊട്ടേഷൻ വന്നു, ആ ജോബ് ക്രിയേറ്റ് ആയി, ആ ജോബിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന മെഷീൻ റിലീസ് ചെയ്യുവാന്ന് പറഞ്ഞിട്ട് എനിക്ക് റിലീസ് ചെയ്യാം. ആൻഡ് ഈ ജോബിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് തന്നെ എത്ര ദിവസത്തെ ജോബാണിത്, എത്രയാണ് എൻ്റെ ഇൻവോയ്സ് റേസ് ചെയ്യേണ്ടത്, ഇതെല്ലാം സിസ്റ്റം തന്നെ വിൽ ഹെൽപ്പ് us ഇംപ്ലിമെൻറ്റ്. ആൻഡ് അതുപോലെ ഇറ്റ് ക്യാൻ ഗോ ടു സ്റ്റേറ്റ് വെയർ ഓരോ എക്വിപ്മെൻറ്റ് നമുക്ക് GPS ട്രാക്കിങ്ങും തന്നെ ചെയ്ത് അതിൻ്റെ ലൈവ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഈ സിസ്റ്റത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നല്ലൊരു ഹെവി അല്ലെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലി എക്വിപ്മെൻറ്റ്സോ മെഷീനറീസ് ഡീൽ ചെയ്യുന്ന ക്ലയൻസിനൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഒരു പോയിന്റ് വാസ് ഈ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒരു കമ്പനി അനുസരിച്ച് അവർക്ക് എന്താണോ റെലവെന്റ് ആയ ഒരു സൊല്യൂഷൻ വേണ്ടത് ആ സൊല്യൂഷനെ കൃത്യമായിട്ടൊന്ന് നോക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് എ ബിസിനസ്. കുറേ ടെക്നോളജി ഉണ്ട്, എല്ലാം നമുക്ക് കയറി പിടിക്കേണ്ട ആവശ്യമില്ല, കയറി ഇങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറിച്ച് വാട്ട് എവർ ഇസ് റെലവെന്റ് ഫോർ അവർ ബിസിനസ് ലെറ്റ് us implement it. ആൻഡ് അതുമല്ല ഇപ്പം AI കാര്യമൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ടെൽ us ഇന്റൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് എല്ലാ കമ്പ്യൂട്ടറിൽ തുറന്നു നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ദി കമ്പ്യൂട്ടേഴ്സ് വുഡ് ഹാവ് എൻ ഇന്റൽ ചിപ്പ് ഓവർ ദർ. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു ഇന്റൽ ചിപ്പ് ഉണ്ടാവും. അതല്ലാണ്ട് യു വുഡ് ഹാവ് ഓൾസോ സീൻ AMD ചിപ്സ്. അപ്പോൾ ഈ രണ്ട് കമ്പനീസ് എന്ന് വെച്ചാൽ ഇന്റൽ ആൻഡ് AMD ടു സൂപ്പർ ജയന്റ് കമ്പനീസ്. നമ്മുടെ കമ്പ്യൂട്ടർ ചിപ്സും ഇതൊക്കെ ഉണ്ടാക്കുന്ന രണ്ട് കമ്പനികൾ തന്നെയാണിത്. അപ്പോൾ പണ്ട് കാലത്ത് തൊട്ട് എവ്രി വൺ ഇസ് അവെയർ ഓഫ് ഇന്റൽ. പക്ഷേ റീസെൻ്റ്ലി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ AMD എന്ന കമ്പനി നല്ല രീതി ബൂമായിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്റൽ നമ്മുടെ സാധാ ചിപ്സ് ഒക്കെ ഉണ്ടാക്കി എല്ലാ കമ്പ്യൂട്ടറിനും ഫിറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദേ ആർ ഇംപ്ലിമെൻറ്റിങ് അപ്ഗ്രേഡിങ് ഇറ്റ്. പക്ഷെ അവരൊരു കാര്യം വിട്ടുപോയി, അതായത് അവരുടെ ചിപ്സിന് അവരധികം ഡെവലപ്പ് ചെയ്തില്ല. ഈ പറഞ്ഞ AI എന്ന സാധനം കുറേ കാലമായിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. മറിച്ച് ഈ AMD എന്ന കമ്പനി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവരുടെ ചിപ്സിൽ ദേ സ്റ്റാർട്ടഡ് എനേബിളിങ് ഇറ്റ് ഫോർ AI യൂസേജ്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അവരുടെ ചിപ്സും ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ മാർക്കറ്റ് സ്കൈ റോക്കറ്റായി.
ആൻഡ് ഓൾ ദോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ടു AMD. ഇപ്പോൾ വൺസ് ജയന്റ് ആയിട്ട് ഇരുന്ന ഒരു കമ്പനി ഇപ്പം നല്ല രീതിയിൽ ലോസിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ആ പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവർ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ അത്രയും വലിയ ഒരു കമ്പനി ആയിട്ടും ദേ മിസ്ഡ് ഓൺ ഇംപ്ലിമെന്റിങ് ദാറ്റ്. അപ്പോൾ ഒരു ബിസിനസ് ആയാലും ഒരു വലിയ ബിസിനസ് ആവാം, ഒരു ചെറിയ ബിസിനസ് ആവാം, ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ടെക്നോളജീസ് അവൈലബിൾ, അതിനെ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക വേർ എവർ ഇറ്റ് ഈസ് റെലവെൻറ്റ്. അതിനെ നമ്മൾ മാത്രം ഒഴിവാക്കി വെച്ചാൽ വി വിൽ ഫോൾ ബിഹൈൻഡ്. സോ ആ ഒരു ടേക്ക് അവേ ഓൾസോ വി ഷുഡ് ഹാവ് ഇൻ മൈൻഡ് ഓവർ ദർ. അത് ഏറ്റവും സിംപ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അല്ലേ? അത് എല്ലാ തരത്തിലും നമ്മളെ ഒരു ചൊല്ലുണ്ട്, അതായത് ദ കോസ്റ്റ് ഓഫ് ബീങ് ഔട്ട്ഡേറ്റഡ് ഇസ് ഫാർ മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് അപ്ഗ്രേഡിങ്. അതായത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാത്രം നിന്നാൽ അതിന്റെ ഒരു കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന കോസ്റ്റിനെക്കാട്ടിലും കുറവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വി ഷുഡ് ഓൾവേസ് ഹാവ് ടു സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്. അപ്പൊ അതാണ് ഇപ്പൊ ഈ ബാങ്കിന്റെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, അത് പറയാതെ പോയാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ജസ്റ്റ് ഇത്തിരി മുന്നേ വി ഡിസ്കസ്ഡ് ഓൾസോ. അപ്പോൾ നമ്മൾ ഈയിടെ തന്നെ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ഹെഡ്ലൈൻ തന്നെയാണ്. അതായത് ബാങ്കുകൾ അവരെന്ത് ചെയ്യുന്നു, അവർ ഈ പറഞ്ഞ OTPs എല്ലാം നമുക്ക് എല്ലാവർക്കും SMS അല്ലെങ്കിൽ ഇമെയിൽ വഴിയല്ലേ കിട്ടുന്നത്. ദേ അനൗൺസ് ദാറ്റ് ബാങ്ക്സ് വിൽ സ്റ്റോപ്പ് സെൻഡിങ് SMS ഓർ ഇമെയിൽസ് ഫോർ OTPs. അതായത് ഈ പറഞ്ഞ OTPകളെല്ലാം നമുക്കിപ്പം SMS-ലൂടെയോ ഇമെയിലിലൂടെയോ കിട്ടൂല ഗോയിങ് ഫോർവേഡ്. ഇൻസ്റ്റഡ് അവരുടെ സെക്യൂർ ആയിട്ട് ബാങ്കിങ് ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് തുറന്ന് ഓരോ ട്രാൻസാക്ഷൻ ഒത്തൻറ്റിക്കേറ്റ് ചെയ്താൽ ദേ ആർ മൂവിങ് ഇൻ ടു ദിസ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ഒറ്റയടിക്കല്ല നടത്താൻ പോകുന്നത്. ഇൻസ്റ്റഡ് സെൻട്രൽ ബാങ്ക് ഈസ് ഏർജിങ് ഓൾ ദ ബാങ്ക്സ് ടു ഡു ദിസ് ആൻഡ് അവർക്കൊരു ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതായത് മാർച്ച് 2026 ആകുമ്പോഴത്തേക്കും ആരും ഈ പറഞ്ഞ OTPs SMS-ലൂടെയോ ഇമെയിലൂടെയോ അയക്കാൻ പാടില്ല. മറിച്ച് അവരുടെ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ തന്നെ കയറിയിട്ട് നമുക്ക് ഒത്തൻറ്റിക്കേഷൻ ചെയ്യണം. അപ്പോൾ അത് ബയോമെട്രിക്സ് ആവും, നമ്മുടെ ഫേസ് ID സ്കാൻ ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാം, നമ്മുടെ ഫിംഗർ പ്രിന്റ് ആവാം, അല്ലെങ്കിൽ ഒരു പിൻകോഡ് ഇട്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാം. അപ്പോൾ ദ മൂവ് ഇസ് ഡൺ ബിക്കോസ് സേഫർ സെക്യൂരിറ്റി ഓർ ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് ഒരു മൂവാണ് ഇത്. അപ്പോൾ അവരും പറയുന്നുണ്ട് എന്ത് മൂവ് ചെയ്താലും ദേ വിൽ ഓൾവേസ് ബി സം വേ ഓർ ദി അതർ സ്കാമേഴ്സ് വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട്. അതായത് അവരും സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ടാവും. ബട്ട് ഇതൊരു സ്ട്രോങ്ങർ മൂവ് ആയത് കാരണം ഇറ്റ് വിൽ കീപ്പ് എ സേഫ് ഫോർ ലോങ്ങർ റൺ അൺടിൽ ദേ ഫൈൻഡ് ദ നെക്സ്റ്റ് അപ്ഗ്രേഡ് ഓവർ ദർ. അപ്പോൾ ഈ പറഞ്ഞ SMS കുറേ ഫ്രോഡ് നടക്കുന്നുണ്ട് എല്ലാവരുടെയും. SMS അല്ലെങ്കിൽ ഇമെയിലിലൂടെ OTP ഹാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ടീംസ്. അപ്പോൾ അതെല്ലാം നിന്ന് വി ആർ മൂവിങ് ടു എ ഡിജിറ്റൽ സ്കെയിൽ ഓർ ഡിജിറ്റൽ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി അപ്ഹോൾഡ് ചെയ്യാൻ ഒരു മൂവ് തന്നെയാണ് സെൻട്രൽ ബാങ്ക് ഇവിടെ നോക്കുന്നത്. ഈ പറഞ്ഞ SMS-ഉം ഇമെയിലെല്ലാം മാറ്റി വരുത്തി ബാങ്കിങ് ആപ്ലിക്കേഷനിലൂടെ തന്നെ എല്ലാവർക്കും ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ they will bring it out. ഇതും എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയണമല്ലേ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഈ OTP എന്ന് പറയുന്നത് വന്നത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരുന്നു, അല്ലെ? അത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫേസിൽ അത് ഓക്കെ ആയിരുന്നു. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആ OTP എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ പറ്റുള്ളൂ, അല്ലെ? ആപ്ലിക്കേഷൻ മാത്രം ത്രൂ വി ക്യാൻ ഒത്തന്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറി. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടിയ കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിലൊരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഏറ്റവും ഒടുവിൽ നമ്മൾ സമപ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളുടെ കാലഘട്ടം എവിടെ എത്തി നിൽക്കുന്നോ അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ നമ്മളും അപ്ഡേറ്റ് ആവുക, നമ്മളും അപ്ഗ്രേഡ് ചെയ്യുക, അതിൽ ഈ പറയുന്നത് പോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിച്ചതും നമുക്ക് വിശകലനം ചെയ്തു തന്നതും ശ്രീ ജെയ്സൺ മണ്ഡപത്തിലാണ്. ജെയ്സൺ, താങ്ക് യു സോ മച്ച്. അപ്പോ അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിന് ഇതുപോലെ തന്നെ റെലവന്റ് ആയ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി. NTV UAE to the world.